ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് സ്റ്റേജ് 2 എക്സാമിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണിത്. ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം? ഓപ്ഷൻ സി ധാക്ക. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് 2 ഓർത്തുവെക്കുക, 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് പ്രഭുവാണ്. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം ആയിരുന്നു? ഓപ്ഷൻ സി 1, 3. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ: ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്. ലാൽ ബാൽ പാൽ ഇങ്ങനെ അറിയപ്പെട്ടിരുന്ന 3 പേരായിരുന്നു. ലാൽ ബാൽ പാൽ, ഇതിൽ ലാല് ലാല ലജ്പത് റായ്, ബാല് ബാലഗംഗാധര തിലകൻ, പാല് ബിപിൻ ചന്ദ്രപാൽ. ഓർത്തു വയ്ക്കുക, ലാൽ ബാൽ പാൽ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന 3 പേരാണ് ലാല് ലാല ലജ്പത് റായ്, ബാല് ബാലഗംഗാധര തിലക്, പാല് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ്: എഴുതപ്പെട്ട ഭരണഘടന, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ: എഴുതപ്പെട്ട ഭരണഘടന, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി 1, 4. എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ: ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ,
എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളും. എഴുതപ്പെട്ട ഭരണഘടന നിലവിലില്ലാത്ത രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ ഇല്ലാത്ത രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലുമാണ് കേട്ടോ. തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. ഓർത്തു വയ്ക്കുക. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 300A ആണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ഓർത്തു വയ്ക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഇത് മൂന്നും കൂടെ ഓർത്തു വെക്കാനുള്ള കോഡാണ് ഉഗുനി. ഉഗുനി ഉഗുനി 30, 31, 32 എന്നോർത്ത് വെക്കുക കേട്ടോ. ഉഗുനി 30, 31, 32. ഉപ്പു സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. കോഡ് ഓർത്ത് വയ്ക്കുക. ഉഗുനി 30, 31, 32. അപ്പോൾ എന്താണ്? ഉപ്പു സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932 നടന്നു. ഓക്കെ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനായുള്ള ഇന്ത്യയുടെ പദ്ധതി. ഓപ്ഷൻ സി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. ഓപ്ഷൻ എ സ്പെയിന്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിന്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ഓപ്ഷൻ ബി VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? VP മേനോൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏതു മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ
കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏതു മേഖലയ്ക്കാണ്? കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നിലവില് വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തുവെക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാരാണ്? നിലവില് വി രാമസുബ്രഹ്മണ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിൽ ആണ്? ഓപ്ഷൻ ഡി കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? കാരക്കോറം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ ബി കബനി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കബനി. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള സംസ്ഥാനം. ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ ബി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ഓർത്തുവെക്കുക, ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഓപ്ഷൻ സി വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയില്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. ഓപ്ഷൻ ബി പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിലവില് KM ഷാജിയാണ് കേട്ടോ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിലവില് KM ഷാജിയാണ്. മന്ത്രിമാരും വകുപ്പുകളും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും അത് പഠിക്കണം. ഇനി അത് എല്ലാ മന്ത്രിമാരുടെയും എല്ലാ വകുപ്പുകളും ഉള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ, അത് യൂട്യൂബിലുള്ളത്. ഇനി അത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം, അത്രയും ഓർത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ മാത്രം പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ടെലഗ്രാം ചാനലിലുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ പോലെ. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമേ ഉള്ളൂ മന്ത്രിമാരുടേത്. പക്ഷെ അത് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റുകയില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രമേ അതെടുത്ത് പഠിക്കാവുള്ളൂ കേട്ടോ. എല്ലാ വകുപ്പുകളും പഠിച്ചോ, കാരണം പരീക്ഷയ്ക്ക് എപ്പോഴും ഏതാ ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അത്ര ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം പോയി ആ ഫോട്ടോ കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ മാത്രം പഠിക്കുക. ഓക്കെ, ടെലഗ്രാം ചാനലിലുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിലവിൽ ആരാണ്? KM ഷാജി. മന്ത്രിമാരും വകുപ്പുകളും ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്, അതെപ്പോഴും
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശുദ്ധജലത്തിലെ ഷായും ശാസ്താംകോട്ടയിലെ ഷായും വെച്ച് ഓർത്താൽ മതിയെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശുദ്ധജലത്തിന്റെ ഷായും ശാസ്താംകോട്ടയിലെ ഷായും വെച്ച് ഓർക്കുക. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള നാഷണൽ പാർക്ക് ഏതാ? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഒരേ ഒരു ദേശീയ ഉദ്യാനം ഉള്ളൂ. അത് സൈലന്റ് വാലിയാണ്. അത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ എ മീനങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഓപ്ഷൻ ഡി കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2024 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയുടെ അച്ഛൻ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രത്യേകം ഓർത്തു വെച്ചോണേ. 2024-25 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ഓപ്ഷൻ ഡി ജൂലൈ 14, 2023. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ജൂലൈ 14, 2023. 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 1998 മെയ് 17 ഓർത്തു വയ്ക്കുക. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നത് 1998 മെയ് 17. അപ്പോൾ കുടുംബശ്രീ ദിനമായിട്ട് കേരളത്തിൽ ആചരിക്കുന്നത് എന്നാണ്? മെയ് 17. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ട് ആചരിക്കുന്നത്? കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 1998 മെയ് 17. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. ഓപ്ഷൻ ബി കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി ഗുജറാത്ത്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിൽ. താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 3, 4 ശരി. താഴെ പറയുന്നതിൽ ചാന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. വിക്ഷേപണ വാഹനം LV Mark 3.
വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. താഴെ പറയുന്നതിൽ ചാന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. വിക്ഷേപണ വാഹനം LV Mark 3. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. ചാന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ S. സോമനാഥ് ആയിരുന്നു. ഓർത്തുവെക്കുക. ചാന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ S. സോമനാഥ് ആയിരുന്നു. S. സോമനാഥ്. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണനാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോണം. നിലവിലെ ISROയുടെ ചെയർമാൻ ഡോക്ടർ V. നാരായണനാണ്. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പിണറായി വിജയൻ. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. നിലവിലെ കേരള മുഖ്യമന്ത്രി VD സതീശൻ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. ഓപ്ഷൻ എ എൻ്റെ വഴിത്തിരിവ്. താഴെ പറയുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ വഴിത്തിരിവ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം ശരി. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്: ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ കരൾ. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ക്വാർഷിയോർക്കർ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാർഷിയോർക്കർ. അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ്? മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏത്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലിയാണ്. ബാക്കി 3 പെരിയാറ്, പേപ്പാറ, വയനാട് ഇതൊക്കെ വന്യജീവി സങ്കേതങ്ങളാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ നാഷണൽ പാർക്ക് ഈ തന്നിരിക്കുന്നതിൽ സൈലന്റ് വാലിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഓപ്ഷൻ സി ലക്ഷഗംഗ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗ.
2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിലുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആശാധാര. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങളുടെ. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഇതിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ സി 5. pH 5 ഉള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ സി 5. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്ന് തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, അതായത് ഇരുമ്പ് ക്രയോലൈറ്റ് എന്നുള്ളത് കേട്ടോ. ക്രയോലൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണേ. ക്രയോലൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ്. നോക്കിക്കേ, അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. കറക്റ്റായിട്ടുള്ള ജോഡികളൊന്ന് പറയാം കേട്ടോ. കറക്റ്റായിട്ടുള്ളതാണ് അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, സിങ്കിൻ്റെ അയിര് കലാമിന്, കോപ്പറിൻ്റെ അയിര് കുപ്രൈറ്റ്. അപ്പോൾ നോക്കിക്കേ, ക്രയോലൈറ്റ് ഏതിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നൽകിയിട്ടുള്ള ജോഡികളിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന ജോഡി ഏതാ? ഇരുമ്പ് ക്രയോലൈറ്റ് എന്നുള്ളത്. ക്രയോലൈറ്റ് ഏതിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിര്. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, ക്രയോലൈറ്റ് വരും. സിങ്കിൻ്റെ അയിര് കലാമിന്, കോപ്പറിൻ്റെ അയിര് കുപ്രൈറ്റ്. ഓക്കെ. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്തായിരിക്കും? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുവേ, ഓർത്തോണം. ഒരു വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറും. അപ്പം മോട്ടറും ജനറേറ്ററും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ജനറേറ്റർ ആണെങ്കിൽ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റും, മോട്ടർ ആണെങ്കിൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റും. ഓക്കെ. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3, 4 ശരി. ആറ്റങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും. ശരിയായ ജോഡികൾ: ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരും പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ: ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1 and 2. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ: വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ മിഥ്യാ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബമല്ല, മിഥ്യാ പ്രതിബിംബമാണ് കേട്ടോ. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ മിഥ്യാ പ്രതിബിംബമാണ് വരുന്നത്. മിഥ്യാ പ്രതിബിംബം. ഓക്കെ.
ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 2. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ സി നോർവേ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. നോബൽ സമ്മാനം എല്ലാവരും 2023 മുതൽ 2025 വരെയുള്ളത് പഠിക്കാൻ നോക്കുക. അത്രയും പഠിച്ചാൽ ഓർത്ത് വയ്ക്കാൻ പറ്റാത്തവർ 2024-25 വർഷങ്ങളിലെ നോബൽ പുരസ്കാരം പഠിക്കുക കേട്ടോ. ഓക്കെ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം? ഓപ്ഷൻ ഡി കരള്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? കരളിനാണ് കേട്ടോ. മലമ്പനിക്ക് കാരണമായ രോഗകാരി? ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? ഓപ്ഷൻ സി CT സ്കാന്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം എന്താണ്? CT സ്കാന്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായ സേവനങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധ കുത്തിവെപ്പ്, ഡോക്ടറുടെ സേവനം, പാലിയേറ്റീവ് പരിചരണം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായ സേവനങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ കുത്തിവെപ്പ്, ഡോക്ടറുടെ സേവനം, പാലിയേറ്റീവ് പരിചരണം. ഈ ചോദ്യമൊക്കെ നമുക്ക് കോമൺ സെൻസിൽ നിന്ന് തന്നെ എഴുതാവുന്നതല്ലേ ഉള്ളു അല്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം? ഓപ്ഷൻ സി ജൂൺ 7. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ തൃശൂർ. കേരളത്തിലെ ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? തൃശൂർ. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? ഓപ്ഷൻ സി തൊണ്ടമുള്ള്. ഈ തൊണ്ടമുള്ളിൻ്റെ വേറൊരു പേരാണ് ഡിഫ്തീരിയ കേട്ടോ. ഡിഫ്തീരിയയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ബാക്ടീരിയ രോഗമാണ്. ഓക്കെ. അപ്പോൾ എന്താണ് താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാ? തൊണ്ടമുള്ള. തൊണ്ടമുള്ളിൻ്റെ വേറൊരു പേരാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ തന്നെയാണ് തൊണ്ടമുള്ള. അപ്പോൾ ഈ ഡിഫ്തീരിയയ്ക്ക് കാരണം എന്താണ്? ബാക്ടീരിയ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? ഓപ്ഷൻ എ സർക്കോമ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി? ഓപ്ഷൻ സി നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കൊറോണ വൈറസ്. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി? ഓപ്ഷൻ സി സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം? ഓപ്ഷൻ എ ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ. ഓർത്തു വെച്ചോണേ, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്,
അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം, മാർക്ക് ചെയ്ത PDFകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ആൻസർ കീ മാത്രം PSC നടത്തുന്ന എല്ലാ പരീക്ഷകളുടെയും ആൻസർ കീ മാത്രം നോക്കാനായിട്ട് സ്റ്റഡി വിൻ PSCക്ക് വേറൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. PSC ആൻസർ കീ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് നോൺ ടെക്നിക്കൽ എക്സാമിൻ്റെ ആണെങ്കിലും ടെക്നിക്കൽ അല്ലാത്ത ഇതുപോലെയുള്ള ജനറൽ PSC എക്സാമുകളുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ദേവസ്വം ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ഉണ്ട്, CSEBയുടെ ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രൊവിഷണൽ ആൻസർ കീം, മെയിൻ ആൻസർ കീം, പ്രൊവിഷണൽ ആൻസർ കീം, ഫൈനൽ ആൻസർ കീം മാത്രം. അല്ലാതെ നമ്മൾ റഫായിട്ട് കൊടുക്കുന്ന ആൻസർ കീ ഒന്നും അവിടെ ഇല്ല. പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ അതിലും കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏത് എക്സാമിൻ്റെയും ആൻസർ കീ അവിടെ എടുത്ത് ഈസി ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.